ഗൗതമി, ഭാരത് മാലദ്വീപ് രണ്ടാം ഘട്ട സൈനികതല ചർച്ച ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സാഹചര്യം, അതിന്റെ വിശദവിവരങ്ങൾ എന്താണ്? ഭാരതവും മാലദ്വീപ്സും തമ്മിലുള്ള രണ്ടാം ഘട്ട സൈനികതല ചർച്ചയാണ് ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ഈ മാസം 14-ാം തീയതി ആദ്യഘട്ട ചർച്ച നടന്നിരുന്നു. നിലവിലെ സാഹചര്യം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്രപരമായും അല്ലാതെയുമുള്ള ബന്ധം വഷളായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും ആ ലക്ഷദ്വീപ് സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് മാലിദ്വീപ്സിലെ ചില മന്ത്രിമാർ രംഗത്തെത്തിയതുമൊക്കെ നമുക്കറിയാം. അതേ തുടർന്ന് മാലിദ്വീപ്സിന് വലിയ തോതിലുള്ള വിനോദസഞ്ചാര മേഖലയിൽ വൻ നഷ്ടം അല്ലെങ്കിൽ വൻ തകർച്ച രൂപപ്പെടുന്നു. മാലിദ്വീപ്സിലേക്കുള്ള ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ ലക്ഷദ്വീപിലേക്ക് എത്തിത്തുടങ്ങി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ചലോ ലക്ഷദ്വീപ് എന്ന വലിയ ക്യാമ്പയിൻ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ ആരംഭിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതൊക്കെ മാലിദ്വീപ്സിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. എന്തായാലും മാലിദ്വീപ്സിൽ അടുത്ത കാലത്ത് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ ആ സർക്കാരിന് ചൈന അനുകൂല നിലപാടുണ്ട്. മുൻപുണ്ടായിരുന്ന സർക്കാർ ഭാരതവുമായി ചേർന്ന് നിന്നിരുന്ന സർക്കാരായിരുന്നു. അക്കാലത്ത് അവിടെ ഭാരതത്തിന്റെ സൈനിക സംവിധാനം അവിടെ എത്തുകയും മാലദ്വീപ്സിന് വേണ്ട ചില സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതിൽ ഭാരതത്തിന്റെ സൈന്യവും നിർണായക പങ്ക് വഹിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ചൈന അനുകൂല നിലപാടുള്ള മാലദ്വീപ്സ് സർക്കാരിന്റെ ആവശ്യം എന്നത് ഭാരതത്തിന്റെ സൈന്യത്തെ അവിടുന്ന് പിൻവലിക്കണമെന്നുള്ളതാണ്. ഭാരതവും ഏതാണ്ട് അതിന് ധാരണയിലെത്തിയിട്ടുണ്ട്. ജനുവരി 14 നടന്ന ചർച്ചയിൽ അവിടെയുള്ള ഏതാണ്ട് 70 ട്രൂപ്പ് സൈന്യത്തെ തിരിച്ച് വലിക്കുന്നു എന്ന നിലപാടിലേക്ക് ഭാരതം എത്തിയിരുന്നു. അത് സംബന്ധിച്ചുള്ള രണ്ടാം ഘട്ട ചർച്ച കൂടിയാണ് ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രപരമായി അത്ര നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിൽക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ രീതിയിൽ സൈനികതല ചർച്ചയ്ക്ക് ഇന്ന് ഡൽഹി വേദിയാകുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.